ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ. സമ്പൽ സമൃദ്ധിയിൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ഇതിനെന്താ വേണ്ടേ? യേശുവിൽ ആശ്രയിക്കുക. യേശു എന്ന് പറഞ്ഞ വചനം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എൻ്റെ മോൻ കുഞ്ഞു പൗലോ കുഞ്ഞ്, എൻ്റെ കിടാവ് എന്നാ ഇതെന്ന് പറഞ്ഞാൽ ഡിസംബർ 19 കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേയാണ്. എല്ലാ തവണയും സാരി എടുക്കാറ്. അപ്പോൾ ഈ തവണ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇപ്പം ഫങ്ഷനൊന്നുമില്ല, അപ്പോൾ സാരി വേണ്ട, നമ്മൾ ഓർണമെൻറ്റ്സ്, ഒരു മാല, ഒരു ഡയമണ്ടിൻ്റെ ലോക്കറ്റും ആട്ടോ എൻ്റെ ഓഫർ. ഉണ്ണിക്കുട്ടനെ കൊണ്ട് നിർബന്ധിച്ചൊരു കമ്മലും എടുപ്പിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് പിടിച്ച് നിർത്തിയേക്കണേ. അപ്പം ഞങ്ങൾ കുറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ്. അപ്പോൾ കുഞ്ഞോന് ഇതിൽ ഏതൊക്കെയാ മാല ഏതൊക്കെയാ ഇഷ്ടപ്പെട്ടെ? ഏത് പൗലോ കുഞ്ഞിന് ഏതാ ഇഷ്ടം? അമ്മയ്ക്ക് ഏതാ മേടിച്ചു കൊടുക്കണേ? അതാണ് അമ്മയ്ക്ക്. ഓ, റോസ് ഗോൾഡിന്റെ. പക്ഷെ നല്ലതാ ഇത്. നോക്കിയത് ഈ ഫ്ലവർ ഏതാ നല്ലത്? അമ്മയ്ക്ക് മാല അതാണോ? ഓ, പൗലോന്റെ സെലക്ഷൻ ആട്ടോ. പൗലോന്റെ സെലക്ഷൻസ് ഒന്ന് കാണിച്ചോ. അതും ഇതും ആട്ടോ പൗലോന്റെ സെലക്ഷൻ. ഡയമണ്ട് ഒന്നും അതിൽ പെട്ടിട്ടില്ല. ആ, പൗലോന്റെ സെലക്ഷനില് ഡയമണ്ട് അല്ല, റോസ് ഗോൾഡും ഇത് ലോക്കറ്റും ഒക്കെയാണ്. അടിപൊളിയൊക്കെ ആട്ടോ പൗലോന് എടുത്തേക്കണേ. ഇനി പൗലോ നല്ല സെലക്ഷൻ ആ. അപ്പൊ ഇത് നിനക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇതാ കുഞ്ഞോനെ ഇത് സത്യത്തില് അപ്പം പറഞ്ഞതാക്കി. എല്ലാം ഭയങ്കര യേശുവിന്റെ കൃപയാ, ഭയങ്കര ബ്രില്യന്റ് ആട്ടോ. അപ്പൊ ഇത് നല്ലതല്ലേ? കുഞ്ഞോനെ അത് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇഷ്ടപ്പെട്ട ഇത്. എനിക്ക് ഇത് ഇഷ്ടായി, ഇത് ഇഷ്ടായി. പൗലോ കുഞ്ഞിന് വേണം ഇത് മാല. ഇടുവോ? പോവോ? എന്നാ പൗലോക്ക് മാല മേടിച്ചാവേ. അപ്പൊ കമ്മല ഏതാ സെലക്ട് ചെയ്യണേ? കമ്മല് പൗലോ ഇതിലേതാ പൗലോക്ക് ഇഷ്ടപ്പെട്ടെ? മാല എടുത്തോട്ട് പോലെ ഇതിലേതാ നിനക്ക് ഇഷ്ടപ്പെട്ടെ? ഏതാ? നീ തൊട്ട് കാണിക്കും. ടച്ച് ചെയ്ത് അതാണ് ഇഷ്ടായ. ഇത് നല്ലതാ. അതാണ് സ്റ്റാർ പോലത്തെ. ഇതും സിമ്പിള് നല്ലതാ. ഇത് പിന്നെ ഇതിന്റെ അകത്തോ ഇവിടെയോ ഏതാ നിനക്ക് ഇഷ്ടം? അതാണോ? അതന്നെ എനിക്കും ഇഷ്ടപ്പെട്ടതാ. ഞാനും മനസ്സിലോർത്തത്. അയ്യോ, ഇത് അപ്പടിയും വേണോ? അയ്യോ എന്റെ പൊന്നെ. അയ്യോ പോലെ ടച്ച് ചെയ്ത് കാണിക്കും. ഇതില് ബാക്കി വേറെ ഇഷ്ടമുള്ളത് ടച്ച് ചെയ്ത് അതെ. ഓ, വേറെ ഓർമ്മ അവിടെ കാണിക്കും. ഓ, ഗുഡ് ബോയ്. ഇത് നല്ല ഇത്. ഓ, ഇത് ഇച്ചിരി വലുതല്ലേ? ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞോന് ഫങ്ഷനൊക്കെ ഇടാം. കുഞ്ഞോന് ഇച്ചിരി ചെറുതെന്നല്ല. ഇത് നല്ലതായിരിക്കും അല്ലേ? കുഞ്ഞോനെ ഏതാ ഇഷ്ടപ്പെട്ട കൂടുതൽ? ഇതും. പക്ഷെ എനിക്ക് ഇതിലും എനിക്ക് ഇഷ്ടം കൂടുതൽ ഇതാ. ഇത് നമുക്ക് ഇട്ട് നോക്കാം ഇതിലേത് വേണമെന്ന് വെച്ചാലേ. അപ്പം ഇങ്ങനെ ഒത്തിരി ഡയമണ്ടിന്റെ കമ്മലും ഈ കുഞ്ഞുവിന്റെ ഇതില് വേണമെങ്കിൽ ഡയമണ്ടിന്റെ ലോക്കറ്റ് ഇടാം. അപ്പൊ ഞാൻ പറയുന്നത് വേറെ ഒരു ചെയിൻ എടുത്തോ, അതിൽ അതിന്റെ ഒരു ബീഡുണ്ട്, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിടക്കൂലോ. അപ്പൊ ഇതിലെങ്കിൽ ഒരു ചെയിൻ എടുത്തിട്ട് ഡയമണ്ടിന്റെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ഡയമണ്ടിന്റെ ഒരു ഗുണമുണ്ട്, ഇങ്ങനെ കല്ല് ഡിമ്മാവൂല. അപ്പൊ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പൊ ഡയമണ്ടിന്റെ കമ്മൽ മോതിരമൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അപ്പൊ ഒരു സെറ്റ് ആവൂലോ. പൗലോ കുഞ്ഞു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഗോഡ് ബ്ലെസ് യു ഓൾ എന്ന് പറഞ്ഞേ. ഓൾ ഐ ലവ് യു ജീസസ് പറഞ്ഞേ. അങ്ങോട്ട് നോക്കി പറ. പിന്നെ ജീസസിന് എപ്പോഴും താങ്ക് യു പറഞ്ഞെന്ന് പറഞ്ഞേ. താങ്ക് യു ജീസസ് പറഞ്ഞേ. ആ, പിന്നെ പൗലോ കുഞ്ഞിനെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ പൗലോ കുഞ്ഞ് ആമേനൊക്കെ പറഞ്ഞ കേട്ടോ. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും എന്റെ കൊച്ചിനോടൊപ്പം ഉണ്ടായിരുന്നു. കേട്ടോ? ആമേ പറയണ കേട്ടോ? എന്ന് ഈ പ്രേയർ ലൂക്കോസ് 2:40. കൊച്ചിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകും. പൗലോ കുഞ്ഞ് ഒരു വയസ്സ് 1.25 വയസ്സായപ്പോ തലേ 2 കൈയും പിടിച്ചിങ്ങനെ സ്വീകരിക്കുക വചനം. എന്നിട്ട് ഇത് പറയും, ഇങ്ങോട്ട് വീഡിയോ ഇട്ട് നോക്കി ചിരിച്ചേ. അങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് ചേച്ചി നോക്കി. നിങ്ങൾ എപ്പോഴും എൻ്റെ പൗലോന്റെ കാര്യം എല്ലാവരും ചോദിക്കാറില്ലേ?
ഇതാട്ടോ എൻ്റെ പേരക്കിടാവ്. ഇപ്പൊ ഒരു പേരക്കിടാവ് ആകെയുള്ള, ഇനി ഒത്തിരി പേരക്കിടാവ് ഉണ്ടാവും എൻ്റെ. അപ്പോൾ പിന്നെ അപ്പോൾ ഒത്തിരി വെറൈറ്റി വരുന്നുണ്ട്. നമുക്ക് സ്കീമിൽ കൂടുക. സ്കീമിൽ കൂടുമ്പോൾ നമുക്ക് 2 മനോഹരമായ സ്കീമുണ്ട്. അപ്പോൾ ചിലർക്ക് എല്ലാം ഫ്രീ മേക്കിംഗ് ചാർജ് വേണം. അതിന് ബ്ലോസം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതുകൂടാണ്ട് നമുക്ക് വേറെ ഒരു സ്കീമും ഉണ്ട്, ഗോൾഡ് ഷൈൻ സ്കീം. അപ്പോൾ രണ്ടും ഒത്തിരി ഗുഡാണ്, രണ്ടും വെറൈറ്റി ആയിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ സ്കീമിൽ കൂടുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ത്യ മുഴുക്കനും ഇതുണ്ട്, ഫുള്ള് ഓൺലൈൻ അയച്ചു തരും. പിന്നെ നമുക്ക് സൺഡേ കട ഓപ്പൺ ആട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയോ? അയ്യോ, ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇപ്പോൾ 2-3 കോയിൻ മേടിച്ചോണ്ട് പോയുള്ളൂ. 25,000 രൂപയ്ക്ക് ഒരു ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബമ്പർ സമ്മാനം ജനുവരി 31 എടുക്കും ഡയമണ്ട് റിങ്. അത് കൂടാണ്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഫോളോ ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്യുന്നവർക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേറെ ഗോൾഡൻ റിങ് ഉണ്ട്. അയ്യോ, ഡയമണ്ട് റിങ്, അതും ഡയമണ്ട് റിങ് ആണ്. അത് പറയാം, നീ പറഞ്ഞു. പിന്നെ കല്യാണ പാർട്ടികൾക്ക് വരുമ്പോ നമ്മൾ സ്പെഷ്യൽ ഭയങ്കര ഡിസ്കൗണ്ട് കേട്ടോ. 4% മുതൽ 10% വരെ കല്യാണ പാർട്ടിക്ക് 5 പവനെയും മേളിലെടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഇതായത് കാരണമാണ്. എന്തേലും പറയാനുണ്ടോ? അപ്പൊ എല്ലാവരും വരിക. മെരി ക്രിസ്മസ്. എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല ആണല്ലോ ജ്വല്ലറീസ്. ഇപ്പം ഹാപ്പി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കുക, ചെറിയ ആയിട്ടൊക്കെ കൊടുക്കാം എല്ലാവർക്കും. മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.